2010 മമ്മൂക്ക, ലാലേട്ടൻ എന്നിവരുടെ ക്ലാഷ് റിലീസ് എന്ന് പറയാവുന്ന മാസമായിരുന്നു ഡിസംബർ. ഡിസംബർ 9-ന് മമ്മൂക്കയുടെ ബെസ്റ്റ് ആക്ടറും ലാലേട്ടന്റെ കാണ്ടാഹാർ ഡിസംബർ 16-നുമാണ് റിലീസായത്. അന്നും ഇന്നും എന്നും ഒരു വലിയ ഇക്ക ഫാനായ എന്റെ ആദ്യ ഓപ്ഷൻ തീർച്ചയായും ഇക്ക മൂവി ആയിരിക്കുമല്ലോ. റിലീസിംഗ് തിയേറ്ററിൽ നിന്നും അവിടുത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞ് പടം ഇങ്ങെത്തുവാൻ തന്നെ ഒരു സമയം എടുക്കും. ഇന്നത്തെ പോലെ എല്ലാ തിയേറ്ററും വന്ന് റിലീസിംഗ് തിയേറ്റർ അല്ലായിരുന്നു. നാട്ടിലുള്ള ഒരു വെട്ടല പറഞ്ഞതനുസരിച്ച് അവലുമായി വരുന്ന അണ്ണാച്ചിക്ക് പഴയ ബുക്ക് വിറ്റ് കിട്ടിയ പൈസയുമായി അത് നടന്ന് തിയേറ്ററിലേക്ക് ഒറ്റയ്ക്ക് കാണാൻ പോയി ഞാൻ തിയേറ്ററിൽ ചെന്ന് ഞെട്ടി. കാണ്ടഹാറിന് വലിയ കട്ടൗട്ടും പോസ്റ്ററുകളും കൊണ്ട് തിയേറ്ററാണ് നിറഞ്ഞു നിൽക്കുക. സിനിമ ഭ്രാന്തായതുകൊണ്ട് ഒന്നും നോക്കാതെ സങ്കടമൊക്കെ ഒതുക്കി തിയേറ്ററിൽ കയറി. ആദ്യ പകുതിയിൽ തന്നെ മൂവി എന്ന് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ അവസാനം വരെ ആരും കൂടെ ഇല്ലാതെ ആരോട് പരാതി പറയാതെ ആസ്വദിച്ചിരുന്ന് കണ്ടു. മമ്മൂക്ക ഫാനാണെങ്കിലും ലാലേട്ടൻ്റെ സിനിമകളും പൊതുവെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് ഞാനും. ചെന്നപ്പോഴും ഇത്രയ്ക്ക് മോശമായില്ലെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പിള്ളാവച്ചനൊക്കെ ചുമ്മാ ഡേറ്റ് കൊടുക്കത്തില്ലോ. പിന്നെ ലാലേട്ടൻ മേജർ രവി കൂട്ടുകെട്ട് നമുക്ക് കീർത്തിയക്ര താല്പര്യമുള്ള സിനിമയായിരുന്നല്ലോ. പക്ഷെങ്കിൽ ഈ പടം നല്ലതായിട്ട് പൊട്ടുകയും ചെയ്തു. എന്നെ നന്നായി നിരാശനമാക്കി. അപ്പം മേജർ രവി സംവിധാനം ചെയ്ത കാണ്ടഹാറിന്റെ ഓർമ്മകൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. നന്ദി.